അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം ഞാൻ ജോലിക്ക് ഇറങ്ങിട്ടോ. ഞാനൊരു റെമഡിയൽ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. ചെക്കിന്റെ വീട്ടിലെത്തി എനിക്കൊരു 10 ഫ്രൈഡ് റൈസ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 5 എണ്ണം ഈ മൺഡേ ഡെലിവറി ചെയ്യണം. അങ്ങനെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഈ ഫ്രൈഡ് റൈസ് എനിക്ക് ഒരു കുറച്ച് സ്പെഷ്യൽ ആണ്. കാരണം ഞാൻ പഠിച്ച കോളേജില് അവിടെ പ്രയർ റൂമിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് വെക്കുന്നത്. എന്റെ സാറ് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രയർ റൂം ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിച്ച സമയത്തും. പക്ഷെ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആക്കുന്നുണ്ടാവുമായിരിക്കും. അതോ അപ്പം ഞാനിപ്പോ അവിടെ ഇറങ്ങി. അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ച് 10 ഫ്രൈഡ് റൈസ് വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സാർ കോൺടാക്ട് ചെയ്തിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമോ 10 എണ്ണം. പക്ഷെ പെട്ടെന്ന് തന്നെ 5 എണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഷോക്കായി. കാരണം ടൈം വേണം നമുക്ക് ഏകദേശം ഒന്ന് അടിക്കാൻ. കാരണം ഒരു ഓളയും കൊണ്ട് എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പോൾ ഒന്നും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ മാറ്റി ഒരുങ്ങി ഒരു 3 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര വെയിൽക്കോട്ട് എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഒരു വെയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കരിഞ്ഞുപോയി. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ ബസ്സിന് ഏകദേശം 1/2 മണിക്കൂറോളം നമ്മൾ കാത്തുന്നു. സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ടിരിക്കും. ഭയങ്കര തിരക്ക്. പിന്നെ ഒന്ന് ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലേ. അങ്ങനെ നമ്മൾ ഗ്രോവലിലെത്തി. ഞാൻ ഇവിടെ എത്താണ്ടായൊക്കെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില ജോലികളൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലി എനിക്ക് കിട്ടുന്ന എന്റെ സ്വപ്നത്തിൽ പോയിട്ട് മനസ്സിൽ ഒന്ന് ചിന്തിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു ജോലി എനിക്ക് കിട്ടുന്നത്. നമുക്ക് ഇന്നൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആള് ഭയങ്കര പാവാട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മളെ മുഖത്തോക്കി ഇങ്ങനെ ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അവന് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന് ഇനി കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ഗെയിംസ് കൊടുത്ത് നമ്മള്. ഞാൻ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 10 കഴിഞ്ഞ ഉടനെ +1 ഞാൻ ഒരിക്കലും സയൻസ് എടുക്കുകയില്ല. എന്റെ ഫ്രണ്ട്സിനോട് പറയും ഞാൻ ഒരിക്കലും സയൻസ് എടുക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് കിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതിനൊക്കെ ഓപ്പോസിറ്റ് എനിക്ക് കിട്ടില്ല. അതായത് ഞാൻ എടുക്കൂല അല്ലെങ്കിൽ ഞാൻ പോകൂല എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ പോകാം. അങ്ങനെ നമ്മൾ +1 സയൻസ് എടുത്തു. ഞാൻ എന്തായാലും ഡിഗ്രി എടുക്കൂല. എനിക്ക് വെയ്യ ഈ 3 കൊല്ലമൊക്കെ വേസ്റ്റ് ആക്കാൻ. ദെൻ ഞാൻ ഡിഗ്രി തന്നെ എടുത്തു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഇനി PG എന്തായാലും ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്താവും അറിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല നമ്മുടെ കാര്യങ്ങൾ എടുക്കണം. എനിവേ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അവൻ പോയതിനു ശേഷം നമ്മള് വാതിലൊക്കെ അടിച്ച് അവിടുന്ന് ഇറങ്ങി. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു ഹൗസ് വാമിങ് വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ ഫോട്ടോ എടുത്ത് പോന്നു. അപ്പൊ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്കും കമന്റും ഒക്കെ അറിയിക്കുക.